EDU 06 Perspectives on Education, Unit 1 Child Centered ആൻഡ് ലൈഫ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ, അതുപോലെ ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ തുടങ്ങിയ ടോപ്പിക്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ ആ പേരിൽ തന്നെ അതെന്താണെന്നുള്ളത് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് 18th സെഞ്ച്വറിയിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തിയറി ഓഫ് മെൻ്റൽ ഡിസിപ്ലിൻ ആണ് ഡോമിനേറ്റ് ചെയ്തത്. അത് ഫോക്കസ് സബ്ജക്റ്റ് മാറ്ററിലായിരുന്നു. ടീച്ചറാണ് ആ ഹോൾ പ്രോസസ്സിനെ ഡോമിനേറ്റ് ചെയ്തത്. ഇപ്പോൾ ട്രഡീഷണൽ സ്കൂൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഷായിരുന്നു. സിവിയർ പണിഷ്മെൻറ്റ്സ് ആൻഡ് ബ്രൂട്ടൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിരുന്നു. അതായത് കുറച്ച് റിലീജിയസും കൂടിയായിരുന്നു. അപ്പം ക്രിസ്ത്യാനിറ്റിയിൽ ഒരു ബിലീഫ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ മനുഷ്യർ ബേസിക്കലി സിൻ കമ്മിറ്റ് ചെയ്ത ആളുകളാണ്. അപ്പോൾ അതിന് പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ വി ഹാവ് ടു ഗോ ത്രൂ സെവറൽ പണിഷ്മെൻറ്റ്സ് എന്നുള്ള വിശ്വാസമൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭക്ഷണം അധികമായിട്ട് ഭക്ഷണം ആവശ്യത്തിന് കൊടുക്കില്ല. പല കുട്ടികളും അങ്ങനെ മാൽന്യൂട്രീഷൻ കൊണ്ടൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അതായത് മനുഷ്യർ ബേസിക്കലി പാപികളാണ്. അപ്പോൾ അവർ ഈ ജന്മത്തിൽ ഒരുപാട് പണിഷ്മെൻറ്റ്സ് അല്ല, ഒരുപാട് സാക്രിഫൈസസ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ബ്രൂട്ടലൊക്കെ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. കുട്ടികളെ നെഗ്ലക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഭയങ്കര ഹ്യൂജ് ആൻഡ് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കരിക്കുലമാണ്, വളരെ അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്കൂൾ എൻവയോൺമെൻറ്റിൽ കുട്ടികൾക്ക് 18th സെഞ്ച്വറിയിൽ കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി 19th സെഞ്ച്വറിയിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കുകയാണ്. അതായത് എഡ്യൂക്കേഷണൽ തിയറിയിലും പ്രാക്ടീസിലും ഒരു റവല്യൂഷൻ സംഭവിക്കുകയാണ്. അവർക്ക് സംഭവിച്ച പ്രധാന മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ, ടു ടീച്ച് ജോൺ ലാറ്റിൻ ദ ടീച്ചർ മസ്റ്റ് നോ ബോത്ത് ജോൺ ദ ചൈൽഡ് ആൻഡ് ലാറ്റിൻ ദ സബ്ജക്റ്റ്. അതായത് ജോൺ എന്ന് പറയുന്ന ഒരു കുട്ടിയെ ലാറ്റിൻ പഠിപ്പിക്കണമെങ്കിൽ ടീച്ചർക്ക് ലാറ്റിൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, കുട്ടിയെക്കുറിച്ച് കൂടി ടീച്ചർക്ക് ഒരു അവബോധം വേണം എന്നുള്ളൊരു റിയലൈസേഷൻ 19th സെഞ്ച്വറിയിൽ സംഭവിക്കുകയാണ്. അതായത് ടീച്ചിങ് എന്ന് പറയുന്നത് ഇസ് നോട്ട് ജസ്റ്റ് ഫോർ ദ സബ്ജക്റ്റ് ഓർ ദ ടീച്ചർ. അധ്യാപനം എന്ന് പറയുന്നത് ടീച്ചർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ടോ മാത്രമുള്ളതല്ല. അത് ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ഉദ്ദേശിക്കുന്നത്, അതേപോലുള്ള അനേകായിരം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ആരായിരിക്കണം സെൻട്രൽ ഇൻ എഡ്യൂക്കേഷൻ? അതെന്തായാലും കുട്ടികൾ തന്നെ ആയിരിക്കണം. ഇനി എന്താണ് ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ എന്ന് നോക്കാം. ഇറ്റ് മാർക്സ് ദ മൊമെൻറ്റ് വെൻ ദ ചൈൽഡ് ഈസ് ഗിവൻ പ്രോമിനൻസ് ഇൻ എഡ്യൂക്കേഷൻ. അതായത് വിദ്യാഭ്യാസത്തിൽ കുട്ടികൾക്ക് മുൻഗണന കൊടുക്കുന്നു. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഇപ്പോൾ വരുന്ന പല ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അല്ല, ശിവൻകുട്ടി പുറപ്പെടുവിക്കുന്ന ഇപ്പോഴും നടത്തുന്ന പല പ്രഖ്യാപനങ്ങളും എന്തിനാണ്? ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഇന്നലെ പുള്ളി ഒരു പ്രഖ്യാപനം നടത്തി. അതായത് കുട്ടികൾ ബസ്സിന് ഫീ കൊടുത്തിട്ടില്ലെങ്കിലും കുട്ടികളെ വിഷമിപ്പിക്കരുത്, ബസ്സിൽ കയറ്റണം, അല്ലാത്തവർക്കെതിരെ നടപടി ഉണ്ടാവും. അതുപോലെ തന്നെ പോക്സോ കേസിൽ ഉൾപ്പെട്ട അധ്യാപകരെയൊക്കെ റിമൂവ് ചെയ്ത് അവരിനി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. അങ്ങനെ പല പുതിയതായിട്ടുള്ള ഭയങ്കര ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഭയങ്കര മൈൻഡ് റിലീഫ് ആയിട്ടുള്ള പല നിയമങ്ങളും കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ടാണ്. ഇനി ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ്റെ ഓപ്പോസിറ്റാണ്. ട്രഡീഷണൽ എഡ്യൂക്കേഷനിൽ എന്തായിരുന്നു? കുട്ടി എപ്പോഴും ഒരു പടി പുറകിലായിരുന്നു. അതായത് ആ മുഖ്യധാരയുടെ പുറകിലായിരുന്നു കുട്ടിയെ നിർത്തിയിരുന്നത്. പക്ഷേ ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ്റെ ഏതൊരു ആസ്പെക്റ്റ് ആവട്ടെ അത് സെൻറ്റർ ചെയ്യുന്നത് ഈ കുട്ടിക്ക് ചുറ്റുമാണ്. അപ്പോൾ ടീച്ചറിൻ്റെ റോൾ എന്താണെന്ന് പറഞ്ഞാൽ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുക, ലേൺ ഹൗ ടു ലേൺ, എങ്ങനെ പഠിക്കാമെന്ന് കുട്ടിയെ പഠിക്കാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ് ടീച്ചറുടെ റോൾ. ഇനി എന്താണ് ഇതിൻ്റെ എയിം ആൻഡ് അപ്രോച്ച്? ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്തിൽ ഫോക്കസ് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്? ഡെവലപ്മെൻറ്റ് ഓഫ് ദി ചൈൽഡ്. അതുപോലെ തന്നെ ദ ഡൈനാമിക് നേച്ചർ ഓഫ് ദ ചൈൽഡും നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് കുട്ടിക്ക് ഇൻബോൺ ആയിട്ടുള്ള ക്യാപ്പബിലിറ്റീസ് ഉണ്ടാവും, ടാലൻസ് ഉണ്ടാവും, അതിന് നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അതുപോലെ അവരുടെ ആവശ്യങ്ങൾ, നീഡ്സിന് ശ്രദ്ധ കൊടുക്കണം. ഇനി ഒരുപാട് എഡ്യൂക്കേഷണൽ ഫിലോസഫേഴ്സ് ഈ ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജാൻ റാക്ക് റൂസോ. ഇദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള എമിലിയിൽ, അതായത് ഈ ട്രഡീഷണൽ സ്കൂൾസിൽ നിന്നും ഒരു ഇമാൻസിപ്പേഷൻ, അതായത് ഒരു നവോത്ഥാനം വേണം, അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണമെന്ന് സ്ട്രോങ് ആയിട്ട് ആർഗ്യൂ ചെയ്ത ഒരു ബുക്കാണ് റൂസോൻ്റെ എമിലി എന്ന് പറയുന്ന ഈ ബുക്ക്. അതായത് ഇറ്റ് എംഫസൈസ്ഡ് ദ നീഡ് ടു ക്യാപ്ചർ ചൈൽഡ്സ് നേച്ചർ. കുട്ടികൾക്ക് അവരുടേതായ ഒരു നേച്ചറുണ്ട്, അതിന് അറ്റൻഷൻ കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ അദ്ദേഹം ആർഗ്യൂ ചെയ്തത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ക്രിസ്ത്യൻ ഡോക്ട്രിൻ ഓഫ് ഇനേറ്റ് സിൻഫുൾനെസ് ഓഫ് മാൻ, അതായത് മനുഷ്യൻ ബേസിക്കലി ഒരു പിശാചാണ്. ഇപ്പോൾ നിങ്ങൾ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ആ ക്യൂനായിട്ട് അഭിനയിച്ച സ്ത്രീ ഇങ്ങനെ ചാട്ടവാറ് കൊണ്ട് ഇങ്ങനെ അടിക്കുന്നത് കാണാം, വിവസ്ത്രയായി നടത്തി ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നത് കാണാം. അതൊക്കെ
ആ സിനിമയിൽ അല്ലെങ്കിൽ പോലും അതൊക്കെ ക്രിസ്ത്യൻ ഡോക്ടറിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഒരു സമയത്ത് ഭയങ്കരമായിട്ട് കുറ്റം ചെയ്യുന്നവരെ ഭയങ്കരമായിട്ട് നല്ല ഭയങ്കര ലെവൽ ഓഫ് കുറ്റമായിരിക്കണം എന്ന് പോലുമില്ല, ചെറിയ ലെവലിൽ കുറ്റം ചെയ്താലും ഭയങ്കരമായിട്ട് ക്രൂരമായിട്ട് അവർ അർഹിക്കുന്നതിനും കൂടുതൽ ഉപദ്രവിക്കുക. ഈവൻ കുറ്റം ചെയ്യാത്ത ആളുകളാണെങ്കിൽ പോലും ഒരു പരിധിയിൽ കൂടുതൽ ഉപദ്രവിക്കുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ അവരെ മാനസികമായും ശാരീരികമായി ഉപദ്രവിക്കുന്ന ഒരു സിസ്റ്റം ഒരു സമയത്തുണ്ടായിരുന്നു. അപ്പോൾ they attributed man's corrupted natures to the society, not to the individual. റൂസോ പറയുന്നത് ഒരു മനുഷ്യൻ കറപ്റ്റഡ് ആണെങ്കിൽ അത് സൊസൈറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് സൊസൈറ്റി, അല്ലാതെ ഇൻഡിവിജ്വലിൻ്റെ പ്രശ്നമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹി അഡ്വക്കേറ്റഡ് എഡ്യൂക്കേഷൻ ഇൻ നാച്ചുറൽ സറൗണ്ടിങ്സ് അവേ ഫ്രം എ കറപ്റ്റഡ് സൊസൈറ്റിയിൽ വെച്ചിട്ടല്ല കുട്ടികൾക്ക് എന്ത് കൊടുക്കേണ്ടത്, എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫോളോയിങ് ദ ചൈൽഡ്സ് ഓൺ നേച്ചർ യൂസിങ് ദ മോസ്റ്റ് നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ്. ഇപ്പോൾ നിങ്ങൾ ചാൾസ് ഡിക്കിൻസിൻ്റെ ഹാർഡ് ടൈംസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. ചാൾസ് ഡിക്കിൻസ് എഴുതിയ മിക്ക നോവൽസും 18th 19th സെഞ്ചുറിയിൽ എഴുതിയ മിക്ക നോവൽസും ഈ ഒരു തീമിനെ തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഹാർഡ് ടൈംസിൽ തന്നെ ആ കുട്ടിക്ക് വീണ്ടും പ്രശ്നം ഐ നീഡ് മോർ എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ പണിഷ് ചെയ്യാണ് അവർ ചെയ്യുന്നത്. എനിക്ക് കുറച്ചുകൂടെ കഞ്ഞി തരുമോ സൂപ്പ് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിയെ അവിടെ പണിഷ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൈൻഡ് ഓഫ് സിസ്റ്റത്തിനെതിരെ പൊരുതിയിരുന്ന ആളുകളാണ് റൂസോക്കെ. ഓക്കെ, അടുത്തത് പെസ്ലോസി. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഹി റെക്കഗ്നൈസ്ഡ് ദ പ്രോമിനൻസ് ഓഫ് ദി ചൈൽഡ് ഇൻ എഡ്യൂക്കേഷൻ. ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന എക്സ്പെരിമെൻ്റ് അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്തു. പല ഇന്നോവേറ്റീവ് പ്രാക്ടീസസും അദ്ദേഹം കൊണ്ടുവന്നു. അടുത്തത് ഫ്രോബെല്ലാണ് കിൻഡർ ഗാർഡൻ സ്കൂൾസിൻ്റെ ഫോർമേഷൻ്റെ പിന്നിലുള്ളത്. അതുപോലെ തന്നെ പ്ലേ വേ മെത്തേഡ് ഓഫ് ലേണിംഗ്, അതായത് കളിച്ചുകൊണ്ട് പഠിക്കുക എന്നുള്ളൊരു തിയറിയൊക്കെ അദ്ദേഹം കൊണ്ടുവന്നു. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് കുട്ടികൾക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് പഠിക്കാൻ പറ്റുക. അതും എന്തിലൂടെ, കഥകളിലൂടെ, കവിതകളിലൂടെ, കളികളിലൂടെയൊക്കെയാണ് പഠിക്കാൻ പറ്റുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി മോണ്ടിസോറിയും ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ ആണ്. ബൈ പ്ലേസിംഗ് ദ ചൈൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എഡ്യൂക്കേറ്റീവ് പ്രോസസ്. എഡ്യൂക്കേഷൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് ആരാണ് വരുന്നത്, കുട്ടിയാണ് വരുന്നത്. പുഷിംഗ് ദ ടീച്ചർ ആൻഡ് സബ്ജക്ട്സ് ടു ദ ബാക്ക്ഗ്രൗണ്ട്. ഇവർ എംഫസൈസ് ചെയ്തത് സെൻസറി ട്രെയിനിങ് ആണ്. അതുപോലെ തന്നെ ഒരു ഡിഡാക്റ്റിക് അപ്പറേറ്റസ് ഒക്കെ അവർ ഡെവലപ്പ് ചെയ്തു. അതായത് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് കുട്ടികൾക്ക് വേണ്ടി അവർ ഡിസൈൻ ചെയ്തു. അപ്പോൾ അത് കൂടുതലും ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റിയാണ്. സെൻസറി എക്സ്പീരിയൻസസിന്, സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഐസ്, സൈറ്റ്, അങ്ങനെയുള്ള എക്സ്പീരിയൻസസിനെ എയ്ഡ് ചെയ്യുന്ന രീതിയിലുള്ള ലേണിംഗ് മെത്തേഡാണ് അവർ നോക്കിയത്. പിന്നെ വരുന്നത് ജോൺ ഡെവി എന്ത് ഇൻസിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ ലേൺ ബൈ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ലൈവ് ആക്ടിവിറ്റി, നോട്ട് ജസ്റ്റ് പ്രിപ്പറേഷൻ ഫോർ ലൈഫ്. നമ്മൾ എപ്പോൾ എന്ത് പഠിക്കുകയാണെങ്കിലും നമുക്ക് ചിലപ്പോൾ അത് ലൈഫിൽ ശരിക്കും ഉപയോഗിക്കേണ്ടതായിട്ട് വരില്ല. അപ്പോൾ എപ്പോഴും ലൈവ് ആക്ടിവിറ്റീസിൽ വേണം കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, അല്ലാതെ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇനി ഡുവിയുടെ തന്നെ മറ്റൊരു റെക്കമെൻഡേഷനാണ് പ്രോജക്റ്റ് മെത്തേഡ്, പെർ ചിൽഡ്രൻ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ വർക്കിംഗ് ഔട്ട് ലൈഫ് ഓറിയൻറ്റഡ് പ്രൊജക്ട്സ്. അതായത് ലൈഫ് ഓറിയൻറ്റഡ് പ്രൊജക്ട്സ് കുട്ടികൾക്ക് കൊടുക്കുകയാണ്. ഈ പ്രോജക്റ്റ് മെത്തേഡ് എന്താണെന്നുള്ളത് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് കണ്ടന്റുകൾ കുറച്ചും കൂടെ ഒന്ന് നോക്കണം. ജോൺ ഡുവി പറയുന്നത് പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നതിൽ കുട്ടികൾ ആക്റ്റീവായിട്ട് വർക്ക് ഔട്ട് ചെയ്യാണ് ലൈഫ് ഓറിയൻറ്റഡ് പ്രോജക്ട്സുമായിട്ട് ഡീൽ ചെയ്തിട്ട്. The project method encourages students to engage in real world problems and develop skills through collaborative practical experiences that promote critical thinking and problem solving. അതായത് അവർക്കൊരു പ്രോജക്റ്റ് കൊടുക്കുകയാണ്, അതൊരു റിയൽ വേൾഡ് പ്രോബ്ലം ആയിരിക്കാം. അപ്പോൾ അവർ മറ്റ് സ്റ്റുഡൻസായിട്ട് കൊളാബറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്ത് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നേടിയെടുക്കുകയും അതിനോടൊപ്പം തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഫോസ്റ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഇൻക്രീസ് ചെയ്യുന്നത് ആക്റ്റീവ് ലേണിംഗ് ആണ്. അതായത് നമുക്കറിയാവുന്ന നോളജിനെ മീനിങ് ഫുൾ ആക്ടിവിറ്റീസുമായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുട്ടിക്ക് സമൂഹത്തിനോടും ഉള്ളൊരു പ്രതിബദ്ധതയും അതുപോലെ തന്നെ ആ ഒരു ഇൻട്രസ്റ്റും കൂട്ടുക എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റ് മെത്തേഡിൻ്റെ ലക്ഷ്യം. ഇനി മോഡേൺ എഡ്യൂക്കേറ്റേഴ്സിൽ പിയാഷെ, ബ്രൂണർ, ഗാഗ്നെ ഇവരെല്ലാവരും തന്നെ ഒരു കുട്ടിയുടെ നേച്ചർ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ വളർച്ചയുടെ നേച്ചറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അവർ എംഫസൈസ് ചെയ്ത് എന്താണ്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റൽ സ്റ്റേറ്റസ് ഓഫ് ദ ചിൽഡ്രനെ ബിലോങ്ങിങ് ടു സ്പെസിഫിക് ഏജ് ഗ്രൂപ്പ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ടീച്ചിങ് മെത്തേഡ്സിൽ കൊഗ്നിറ്റീവ് ആൻഡ് സൈക്കോളജിക്കൽ ഗ്രോത്ത് സ്റ്റേജസ് ഒക്കെ കൊണ്ടുവരണം, സ്ട്രെസ് ചെയ്യണമെന്നും ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സൈക്കോളജിയിൽ ഡീൽ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ എന്താണെന്നുള്ള ചോദ്യം. അപ്പോൾ എന്താണ് ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ? അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി കാണും, ചൈൽഡ് ഈസ് ദ സെൻറ്റർ ഓഫ് ദി എഡ്യൂക്കേറ്റീവ് പ്രോസസ്. സബ്ജക്ട്സ്, കരിക്കുലം, ടീച്ചേഴ്സ് ആൻഡ് മെത്തേഡ്സ് ഇതൊക്കെ എന്താണ്, സബ്സിഡറി ആണ്. ഇവിടെ എന്തൊക്കെയാണ് സ്ട്രെസ് ചെയ്യുന്നത്, ഫ്രീഡം,
ഡിഗ്നിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് നാച്ചുറൽ ഡെവലപ്മെൻറ്റ്. എന്തൊക്കെയാണ് ഇതിൻ്റെ മേജർ ഫീച്ചേഴ്സ്? ചൈൽഡ് ഈസ് അറ്റ് ദ സെൻറ്റർ. ചൈൽഡിനാണ് ഈ എൻ്റയർ എഡ്യൂക്കേറ്റീവ് പ്രോസസ്സിൽ ഫോക്കസ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ട്രീറ്റഡ് ആസ് സെക്കൻഡറി. അടുത്തത് ലേണിംഗ് എൻവയോൺമെൻറ്റ്. ഒരു കുട്ടി പഠിക്കുന്ന അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഫ്രീഡം ഉള്ളതായിരിക്കും. അതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള ഭയപ്പാടോ പേടിയോ ഒന്നും അവിടെ ഉണ്ടാവാനായിട്ട് പാടില്ല. ഇറ്റ് എൻഷ്യൂർസ് ഡിഗ്നിറ്റി ആൻഡ് പ്രൊമോട്ട്സ് റെസ്പോൺസിബിലിറ്റി. ഏതൊരു കുട്ടിക്കാണെങ്കിലും ആ കുട്ടിക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ കുട്ടികൾക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇനി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ നീഡ്സ് എന്താണ്, ഇൻട്രസ്റ്റ്, എബിലിറ്റീസ്, ആപ്റ്റിറ്റ്യൂഡ്സ്, ഇതനുസരിച്ചിട്ട് വേണം എഡ്യൂക്കേഷൻ ഡിസൈൻ ചെയ്യാൻ. മെത്തഡോളജി എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ലവ് ആൻഡ് ഫ്രീ ഡിസിപ്ലിൻ ആയിരിക്കണം. നാച്ചുറൽ സെറ്റിങ്സും നാച്ചുറൽ മെത്തേഡ്സ് ലൈക്ക് പ്ലേ വേ മെത്തേഡൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്, നേച്ചർ ആൻഡ് സൈക്കോളജി ഓഫ് ദി ചിൽഡ്രനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. ഡെവലപ്മെൻ്റലി അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. അതായത് ഡെവലപ്മെൻ്റൽ ലെവൽ ഓഫ് ദി ലേണേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ നീഡ്സ്, ഇൻട്രസ്റ്റ്, എബിലിറ്റീസ്, ആപ്റ്റിറ്റ്യൂഡ്സ് ഒക്കെ കൺസിഡർ ചെയ്യണം. പിന്നെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് വേണം. അതായത് കുട്ടികൾ പഠിക്കുന്നത് എക്സ്പീരിയൻസസിലൂടെ ആയിരിക്കണം. ഒബ്സർവേഷൻ, ഇമിറ്റേഷൻ ആൻഡ് ബൈ ഡൂയിങ് ഇറ്റ്. ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളൊരു തിയറിയാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ഇനി അടുത്തത് ലൈഫ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ. ഈ ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ്. അതായത് ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ എക്സിസ്റ്റഡ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ, എ ഡിക്ലൈൻ ഓവർ ടൈം. ബ്രിട്ടീഷ് റൂൾ ഇൻട്രൊഡ്യൂസ്ഡ് എ ടീച്ചർ സെൻറ്റേർഡ് ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് സിസ്റ്റം. അതായത് ഇന്ത്യയിൽ മുമ്പ് നിന്നിരുന്നത് ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ ആയിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി അതെന്തായി, അത് ടീച്ചർ സെൻറ്റേർഡ് ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് സിസ്റ്റമായി. ഈ സിസ്റ്റം ഭയങ്കര അൺറിയലിസ്റ്റിക് ആണ്, അൺപ്രൊഡക്റ്റീവ് ആണ്. അല്ലെങ്കിൽ റൈറ്റ് മോറൽ വാല്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ വാല്യൂസ് ഒന്നും കുട്ടികൾക്ക് അത് പ്രദാനം ചെയ്തിരുന്നില്ല. അപ്പോൾ ഗാന്ധിജി പ്രൊപ്പോസ് ചെയ്ത ഒരു ഐഡിയ ആണ് ലൈഫ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇതിനെ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മളത് പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബേസിക് എഡ്യൂക്കേഷൻ ഓർ നൈറ്റ് തലീം. അപ്പോൾ ഗാന്ധിജി എന്താണ് പറയുന്നത്, എഡ്യൂക്കേഷൻ ഈസ് ഫോർ ലൈഫ്, ത്രൂ ലൈഫ് ആൻഡ് ത്രൂ ഔട്ട് ലൈഫ്. അതായത് ഏതെങ്കിലും ഒരു പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്യുന്ന ഒന്നല്ല എഡ്യൂക്കേഷൻ. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കുന്ന ഒന്നാണ് എഡ്യൂക്കേഷൻ. ഇതിൻ്റെ മേജർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ നേടേണ്ടത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്കാണ്. ഇത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ചിൽഡ്രൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ലേൺ ബൈ ഡൂയിങ് ആണ്. അതായത് അവർ പഠിക്കുന്നത് എന്തോ ആയിക്കോട്ടെ, അത് സംതിങ് കണക്റ്റഡ് വിത്ത് ദ റിയൽ ലൈഫ് ആയിരിക്കണം. അതുപോലെ തന്നെ ലവ് ഫോർ വർക്ക്, ഡിഗ്നിറ്റി ഓഫ് ദ ലേബർ ഒക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യണം. രണ്ടാമത്തത് ഇൻ്റഗ്രേറ്റഡ് നോളജ്. അതായത് സബ്ജക്ട്സിനെ കമ്പാർട്ട്മെൻ്റലൈസേഷൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഓരോ സബ്ജക്റ്റും സെപ്പറേറ്റ് ആക്കേണ്ട കാര്യമില്ല, എല്ലാം കൂടെ മൊത്തത്തിൽ പഠിപ്പിക്കാം. അല്ലെങ്കിൽ അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ്, ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആയിരിക്കുമല്ല. എല്ലാ ലേണിങ്ങും മീനിങ് ഫുൾ ആയിരിക്കും, ലൈഫ് റിലേറ്റഡ് ആയിരിക്കും, ഹോളിസ്റ്റിക് ആയിരിക്കും. അതായത് ആകത്തൊക്കെയായിട്ട് വേണം നമ്മളെല്ലാം കൂടെ പഠിപ്പിക്കാൻ. ഇനി നമ്മൾ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യണം. അതായത് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കാം അവരുടെ ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. നമുക്ക് എന്തൊക്കെ എൻകറേജ് ചെയ്യാം, ക്രിയേറ്റിവിറ്റി, സെൽഫ് റിയലൻസ്, കോപ്പറേഷൻ ആൻഡ് സോഷ്യൽ എഫിഷ്യൻസി ഒക്കെ നമുക്ക് എൻകറേജ് ചെയ്യാം. ഇനി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വാല്യൂ ഓറിയൻറ്റഡ് ആയിരിക്കണം. ലീഡർഷിപ്പ്, ലോയാലിറ്റി, കോപ്പറേഷൻ, സിമ്പതി, ഹോണസ്റ്റി തുടങ്ങിയ വാല്യൂസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എയിം ചെയ്യണം. എന്താണ് ബേസിക് എഡ്യൂക്കേഷൻ എന്നുള്ളത് നോക്കാം. ഇത് മഹാത്മാഗാന്ധിയുടെ ഒരു ഐഡിയ ആണ്. ദിസ് ഈസ് എ മോഡൽ ഓഫ് ലൈഫ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് നൈറ്റ് തലീം. അപ്പോൾ ഇത് എന്തിനാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തതെന്ന് പറഞ്ഞാൽ അന്ന് നിലനിന്നിരുന്ന ബ്രിട്ടീഷ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് സിസ്റ്റത്തിനെതിരാണ് ഇത് വന്നത്. ആസ് എ ഫോം ഓഫ് ലൈഫ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ ഒരു സോഷ്യൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യണം, ബട്ട് ദാറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ എന്നാണ് ഗാന്ധിജി വിചാരിച്ചത്. അതായത് നമ്മൾ ചൂഷണം ചെയ്യുന്ന രീതിയിലായിരുന്നു ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് പകരം അദ്ദേഹം കൊണ്ടുവന്ന ഒരു കൗണ്ടർ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ലൈഫ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷൻ. ഇവിടെ ലേണിംഗ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് ക്രാഫ്റ്റിനാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ കുറച്ചും കൂടെ മീനിങ് ഫുൾ ആക്കുക, റിയലിസ്റ്റിക് ആക്കുക, പ്രൊഡക്റ്റീവ് ആക്കുക. എംഫസൈസ് ചെയ്തിരുന്നത് എന്താണ്, ക്യാരക്ടർ ബിൽഡിങ്, സിറ്റിസൺഷിപ്പ് ട്രെയിനിങ്, കമ്മ്യൂണിറ്റി ലിവിങ്, വൊക്കേഷണൽ ട്രെയിനിങ്ങിലൊക്കെയാണ്. അതായത് എന്ത് കുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് കുട്ടിയുടെ പ്രസൻറ്റ് അല്ലെങ്കിൽ കറണ്ട് ലൈഫിനെയും ഫ്യൂച്ചർ ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതായത് ഒരു ട്രൂ ഫോം ഓഫ് എഡ്യൂക്കേഷൻ ഫോർ ലൈഫ് ആൻഡ് ത്രൂ ലൈഫ് എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ഒരു ഐഡിയ. ഓക്കെ. അതായത് ലൈഫ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടണം. അപ്പം നമ്മൾ തന്നെ പലതും പഠിച്ചിട്ട് ഒരു പോയിന്റിൽ നമ്മൾ ചോദിക്കും ഇതൊക്കെ എന്തിനാണ് പഠിച്ചത്, ഇതിൻ്റെയൊക്കെ ഉപകാരം എന്താ എന്നുള്ളതൊക്കെ നമ്മൾ ഒരു പോയിന്റിൽ ചോദിക്കും ഇതൊക്കെ എന്തിനാണ് പഠിച്ചത്, സൈൻ തീറ്റ എന്തിനാണ് പഠിച്ചത്, കോസ് തീറ്റ. ഇപ്പം നമുക്ക് ഡെയിലി ഒരു കോമൺ പേഴ്സണ് യൂസ്ഫുൾ ആയിരിക്കില്ല. ചിലപ്പോൾ സയൻറ്റിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ മേ ബി റിസർച്ച് സ്കോളേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്നല്ലാതെ
കോമൺ മാനിന് എന്താണ് ഇതിൻ്റെ യൂസേജ് എന്നുള്ളത് നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജി പറയുന്നത് ക്രാഫ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് ഈ ലൈഫ് സെൻറ്റേഡ് എഡ്യൂക്കേഷന് പറയുന്നത്. അടുത്ത ചാപ്റ്റർ 3, ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ. ഓക്കെ, ആദ്യം തന്നെ എന്താണ് ടീച്ചിങ്? ടീച്ചിങ് എന്ന് പറയുന്നത് is a process that facilitates learning. അതായത് അവിടെ ആ ഡെഫിനിഷനിൽ തന്നെ വന്നൊരു ചേഞ്ച് നോക്കും. എന്താണെന്നാ പറയുന്നത്? ലേണിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒന്നാണ് ടീച്ചിങ്, അല്ലാതെ ലേണിംഗ് ഇമ്പാർട്ട് ചെയ്യുന്ന ഒന്നാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിൽ എന്തൊക്കെയാണുള്ളത്? ഓർഗനൈസ്ഡ് ആൻഡ് ഇൻറ്റൻഷണൽ ട്രാൻസ്ഫർ ഓഫ് നോളേജ്, സ്കിൽസ്, വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. അതായത് ഒരു ഓർഗനൈസ്ഡ് ഫോർമാറ്റിലായിരിക്കും. പിന്നെ നമ്മൾ ഇത് ഡെലിബറേറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണത്. നമ്മൾ മനഃപൂർവ്വം തന്നെ ഒരു കുട്ടിയിൽ നമ്മൾ കൊടുക്കുന്നതാണ്. എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന? നോളേജ്, സ്കിൽസ്, വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ഇനി ടീച്ചിങ് എന്ന് പറയുന്നത് സിംപ്ലി ഒരു ഇൻസ്ട്രക്ഷൻ അല്ല, ഇതൊരു സ്പെഷ്യലൈസ്ഡ് ആപ്ലിക്കേഷൻ ആണ് ഓഫ് എഡ്യൂക്കേഷണൽ നോളേജ്, പെഡഗോജിക്കൽ സ്കിൽസ്, ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ആൻഡ് ഹ്യൂമൻ ഇൻട്രാക്ഷൻ. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ നീഡ്സിൻ്റെയും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ നീഡ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്ന? പേഴ്സണൽ ഗ്രോത്ത്, കൊഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ സൊസൈറ്റിയുടെ നീഡ്സ്, സിറ്റിസൺഷിപ്പ് ട്രെയിനിങ്, സോഷ്യൽ കൊഹഷൻ, സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണെന്ന് പറയുന്നു. ഇനി ടീച്ചറുടെ റോൾ എന്താണെന്ന് പറഞ്ഞാൽ ഏതൊക്കെ ലേണിംഗ് ആക്ടിവിറ്റീസ് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യുക, ഈ എഡ്യൂക്കേഷണൽ ഗോൾസ് റിയലൈസ് ചെയ്യാം. ഇനി ടീച്ചിങ് എന്ന് പറയുന്നത് എന്തിനപ്പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ഗോ ബിയോണ്ട് ദി അക്കാദമിക് ഔട്ട്കംസ് ആൻഡ് ഇൻക്ലൂഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വാല്യൂസ്, guidance in social relationships and fostering a positive self-concept in students. Though often done in a classroom setting, the direct interaction between teacher and learner is the core and the most crucial element in the teaching process. അതായത് ക്ലാസ് റൂം സെറ്റിങ്ങിലാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ പോലും ഒരു ഡയറക്റ്റ് ഇൻട്രാക്ഷൻ കുട്ടിയും അധ്യാപികയും തമ്മിൽ ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ഈ ടീച്ചിങ് പ്രോസസ്സിൻ്റെ മോസ്റ്റ് കോർ ആൻഡ് ക്രൂഷ്യൽ എലമെൻറ്റ്. വൈ ടീച്ചിങ് ഈസ് കൺസിഡേർഡ് എ പ്രൊഫഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. പ്രധാനപ്പെട്ട 6 ഫീച്ചേഴ്സാണ് ടീച്ചറിനെ അല്ലെങ്കിൽ ടീച്ചിങ്ങിനെ ഒരു പ്രൊഫഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒന്ന്, ഒരു ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട് ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ. അതായത് ഒരു പ്രൊഫഷന് ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ബോഡി ഓഫ് നോളജ് വേണം. അത് ആ ഫീൽഡിൽ മാത്രം യുണീക്ക് ആയിട്ടുള്ള ഒന്നായിരിക്കണം. അപ്പോൾ ടീച്ചേഴ്സിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ അവർ പ്രൊസസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, കൾച്ചർ, സൊസൈറ്റി ആൻഡ് പെഡഗോജി, ഇതിനെക്കുറിച്ചൊക്കെ അവർക്കൊരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പെഡഗോജി മീൻസ് പാണ്ഡിത്യം, ഒരു വിഷയത്തിലുള്ള ആഴത്തിലുള്ള അറിവിനെയാണ് പെഡഗോജി എന്ന് പറയും. അത് വെൽ റിസർച്ച്ഡ് ആയിരിക്കണം, തിയററ്റിക്കൽ ബേസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ പ്രാക്ടിക്കാലിറ്റിയും അതിനുണ്ടായിരിക്കണം. പ്രാക്ടിക്കൽ സെറ്റ് ഓഫ് അല്ലെങ്കിൽ ടെസ്റ്റഡ് സെറ്റ് ഓഫ് ടീച്ചിങ് മെത്തഡോളജീസ് അതിലുണ്ടായിരിക്കണം. ഈ മെത്തേഡ്സ് എല്ലാം തന്നെ എക്സ്പീരിയൻഷ്യലി ഡിറൈവ്ഡ് ആയിരിക്കണം. അതായത് റിസർച്ചിലൂടെയും എക്സ്പീരിയൻസിലൂടെയും പ്രൂവൺ ആൻഡ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ആയിരിക്കണം. ഇനി ടീച്ചേഴ്സ് എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് അവരുടെ നോളേജ് ലെവൽ അപ്ഡേറ്റ് ചെയ്യുന്നവരായിരിക്കണം. അതുപോലെ തന്നെ എഡ്യൂക്കേഷന് മാറ്റങ്ങൾ കാലാകാലങ്ങളായി വരുന്നതിനോടൊപ്പം തന്നെ ആ പേസ് അവർക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊറോണ ടൈമിലാണ് ഈ പറയുന്ന പോലെ ഓൺലൈൻ ക്ലാസ്സുകളും അല്ലെങ്കിൽ ഓൺലൈൻ ത്രൂ ക്ലാസ്സുകൾ എടുക്കുക എന്നൊക്കെ വന്നത്. അപ്പം നമുക്ക് ആ ട്രഡീഷണൽ മെത്തേഡിൽ നിന്നും പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് വന്നത്. ഇപ്പോൾ പല ടീച്ചേഴ്സിനും ഇപ്പം കുറച്ച് ഏജ് ഓവർ ആയിട്ടുള്ള ടീച്ചേഴ്സിനൊക്കെ പെട്ടെന്ന് ഈ ഒരു ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുന്നത് ഒട്ടും അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തില്ല, അല്ലെങ്കിൽ അവർക്ക് അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിലും എല്ലാം കാലഘട്ടത്തിൻ്റെതായ ആവശ്യമാണ്. ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുന്നത് കാലഘട്ടത്തിൻ്റെതായ ആവശ്യമാണ്. അതിനനുസരിച്ചും മാറാൻ ഫ്ലെക്സിബിലിറ്റി ആർക്ക് വേണം? ടീച്ചേഴ്സിന് വേണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി രണ്ടാമത്തത് സോഷ്യൽ പർപ്പസ് ആൻഡ് എത്തിക്കൽ കമ്മിറ്റ്മെൻറ്റ്. അതായത് ടീച്ചിങ്ങിനെ എന്തുകൊണ്ട് ഒരു പ്രൊഫഷനായി കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഫസ്റ്റ് പോയിന്റ് ആണ് അതൊരു ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ്. സെക്കൻഡ് പോയിന്റ് ആണ് സോഷ്യൽ പർപ്പസ് ആൻഡ് എത്തിക്കൽ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളത്. അതായത് ഏതൊരു പ്രൊഫഷൻ ആണെങ്കിലും അത് സമൂഹത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത്, സമൂഹത്തിനെ സേവിക്കാൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു തീം. ഓക്കെ, ഇപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലി ഒരു സോഷ്യൽ സർവീസ് തന്നെയാണ്. അതായത് ടീച്ചേഴ്സിൻ്റെ ഡ്യൂട്ടി എന്താണ് അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണെന്ന് നോക്കിയാൽ യങ് മൈൻഡ്സിനെ ഷെയ്പ്പ് ചെയ്യുക, അവർക്ക് വാല്യൂസ് കൊടുക്കുക, അവരുടെ ബിഹേവിയറിനെ മോൾഡ് ചെയ്യുക തുടങ്ങിയ ഡ്യൂട്ടീസാണ് ടീച്ചേഴ്സിനുള്ളത്. അതുപോലെ തന്നെ സ്റ്റുഡൻസിനെ റെസ്പോൺസിബിൾ ഇൻഡിവിജ്വൽസ് ആക്കിയിട്ട് മാറ്റുക, സെൽഫ് റിയലൈസേഷനിലേക്ക് അവരെ ഗൈഡ് ചെയ്യുക. അങ്ങനെ ഒരു ടീച്ചറിൻ്റെ വർക്കിന് ഒരു കോഡ് ഓഫ് പ്രൊഫഷണൽ കണ്ടക്റ്റ് ഉണ്ട്, അത് അവരുടെ ഡ്യൂട്ടീസിനെ ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട്.
അതായത് കുട്ടികളോട് എത്തിക്കലായിട്ടുള്ളൊരു ബിഹേവിയർ വേണം എപ്പോഴും ടീച്ചേഴ്സ് കാണിക്കും. പല കേസസ് നമ്മൾ കണ്ടിട്ടുണ്ടാകും. കുട്ടിയെ അംഗൻവാടിയിലെ കുട്ടിയെ നായ്ക്കൂട്ടിൽ പൂട്ടിയിട്ടു, തല്ലി തകർത്തു, മൂക്കിടിച്ച് തകർത്തു, അങ്ങനെയൊക്കെ നമ്മൾ പല കേസസും കണ്ടു. കുട്ടികളോട് എപ്പോഴും എത്തിക്കലായിട്ടുള്ളൊരു ബിഹേവിയർ ഒരു ടീച്ചർ കാണിക്കണം. ട്രൂത്ത് ആൻഡ് ഇൻറ്റഗ്രിറ്റിയോട് ഹൈലി കമ്മിറ്റഡ് ആയിരിക്കണം. റെസ്പെക്റ്റ് ആൻഡ് ട്രസ്റ്റ് ഏതൊരു എഡ്യൂക്കേഷണൽ റിലേഷൻഷിപ്പിൽ മാത്രമല്ല, എല്ലാ റിലേഷൻഷിപ്പിലും വി ഷുഡ് മെയിൻറ്റെയിൻ റെസ്പെക്റ്റ് ആൻഡ് ട്രസ്റ്റ്. ടീച്ചേഴ്സ് പാസ് ഓൺ അക്യുമുലേറ്റഡ് നോളജ് ആൻഡ് കൾച്ചർ. അതായത് ഓൾറെഡി കുറേ ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള അക്യുമുലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക, അതിൻ്റെ ഒരു ആകെത്തുകയാണ് നമ്മൾ കുട്ടികൾക്ക് ഇമ്പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ സിവിലൈസേഷനെ പ്രിസർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ നിലനിർത്തുക എന്നുള്ളത് മാത്രമല്ല, അതിനെ റിന്യൂ ചെയ്യുന്നതിനും ടീച്ചറിന് ഒരു വലിയ റോളുണ്ട്. 3 പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ആൻഡ് കോർപ്പറേഷൻ. ഇപ്പോൾ പ്രൊഫഷൻസിന് ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ വേണം ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്. ഇപ്പോൾ ടീച്ചിങ്ങിന് സപ്പോർട്ട് ചെയ്യാൻ പല അസോസിയേഷൻസ് ഉണ്ട്. ടീച്ചർ അസോസിയേഷൻസ് ഉണ്ട്, പ്രൊഫഷണൽ ബോഡീസ് ഉണ്ട്, യൂണിയൻസ് ഉണ്ട്. ഇവരെന്തൊക്കെ പ്രൊമോട്ട് ചെയ്യും? എഡ്യൂക്കേഷണൽ റിസർച്ച് പ്രൊമോട്ട് ചെയ്യും, ടീച്ചേഴ്സ് പരസ്പരമുള്ള കോർപ്പറേഷൻ, അതുപോലെ തന്നെ അഡ്വക്കേസി ഫോർ എഡ്യൂക്കേഷണൽ റിഫോംസ് ആൻഡ് ടീച്ചർ റൈറ്റ്സ്. ടീച്ചേഴ്സിൻ്റെ റൈറ്റ്സിന് വേണ്ടിയിട്ടാണെങ്കിലും എഡ്യൂക്കേഷണൽ റിഫോംസിന് വേണ്ടിയിട്ടാണെങ്കിലും ഇവർ അഡ്വക്കേറ്റ് ചെയ്യും. പിന്നെ ഒരു കളക്റ്റീവ് കോർപ്പറേഷനിലൂടെ ടീച്ചേഴ്സ് അവരുടെ പ്രൊഫഷൻ അഡ്വാൻസ് ചെയ്യും, പരസ്പരം സപ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ അപ്ഹോൾഡ് ചെയ്യും. ഓക്കെ, The teachers are bound by a sense of sacred trust and social responsibility toward every child in their care. അവരുടെ മുന്നിൽ വരുന്ന എല്ലാ കുട്ടിയെയും നോക്കിക്കൊള്ളാം എന്നുള്ള, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എല്ലാ ടീച്ചേഴ്സിനും ഉണ്ട്. 4. ഫോർമൽ പ്രിപ്പറേഷൻ ആൻഡ് ലൈഫ് ലോങ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. ഇനി എൻട്രി ഇൻ ടു ദ പ്രൊഫഷൻ റിക്വയർ. ഇനി എന്തൊക്കെയാണ് നമ്മളൊരു ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ വേണമെങ്കിൽ എന്തൊക്കെ വേണം? നമുക്ക് ഫോർമൽ ആയിട്ടുള്ള അക്കാദമിക് ക്വാളിഫിക്കേഷൻസ് വേണം. TTC, B.Ed, M.Ed ഒക്കെ വേണം. ഇനി ഫീൽഡ് പ്രാക്ടീസ് ഇൻറ്റേൺഷിപ്പ് വേണം. അതിനാണ് ഇൻഡക്ഷൻ ഫേസ് എന്ന് പറയുന്നത്, ഒരു ടീച്ചിങ് പ്രാക്ടീസ്. ഈ ഇൻഡക്ഷൻ സമയത്ത് ടീച്ചറിന് സപ്പോർട്ട് കിട്ടണം, മെൻറ്ററിങ് കിട്ടണം, ഇവാലുവേഷൻ കിട്ടണം അബൌട്ട് ദെയർ ഗ്രോത്ത് ആൻഡ് കോമ്പീറ്റൻസ്, ഇവർ എത്രത്തോളം കോമ്പീറ്റൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ. ഇനി പ്രൊഫഷണലിസത്തിന് വേണ്ട മറ്റൊരു മാനദണ്ഡം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറഞ്ഞാൽ നമ്മൾ മിണ്ടാതിരിക്കില്ല. നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെയോടൊപ്പം തന്നെ നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടീച്ചേഴ്സ് അവരുടെ കാപ്പബിലിറ്റി, അവരുടെ നോളേജ്, അവരുടെ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വർക്ക്ഷോപ്പ്, സെമിനാർസ്, ഇൻ സർവീസ് ട്രെയിനിങ്, അതുപോലെ തന്നെ റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പലപ്പോഴും പല ട്രെയിനിങ് സെഷൻസിലാണ് പല മെത്തേഡ്സ്, പുതിയ മെത്തേഡ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്യാം, ചില കാര്യങ്ങൾ ലേണിംഗ് എങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം ഒക്കെ മനസ്സിലാക്കുന്നത് പല വർക്ക്ഷോപ്സിലും സെമിനാർസിലായിരിക്കും. 5. ഓട്ടോണോമി ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഒരു ട്രൂ പ്രൊഫഷൻ എപ്പോഴും അവരുടെ മെമ്പേഴ്സിന് ഒരു ഓട്ടോണോമി കൊടുക്കും ഇൻ അപ്ലൈയിങ് ദെയർ നോളജ്. ഇപ്പോൾ ടീച്ചേഴ്സിന് അവരുടെ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് കുട്ടികളുടെ എഡ്യൂക്കേഷണൽ നീഡ്സ് മനസ്സിലാക്കാം, എന്തൊക്കെ അപ്രോപ്രിയേറ്റ് മെത്തേഡ്സ് വേണം, കണ്ടൻറ്റ് വേണം എന്നുള്ളത് മനസ്സിലാക്കാം, ലെസൺ പ്ലാൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതുപോലെ കുട്ടികളുടെ പ്രോഗ്രസ്സും മനസ്സിലാക്കുകയും അതിന് വേണ്ട നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തുകയും ചെയ്യും. ഇതെല്ലാം അവർക്ക് കംപ്ലീറ്റ് ഫ്രീഡം ഉള്ളൊരു ഏരിയ ആണ്. ഈ ഓട്ടോണോമി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ക്രിയേറ്റിവിറ്റി ഇൻ ടീച്ചിങ്, ഫോർ അഡ്രസ്സിങ് diverse learners, which means different learners, creating meaningful and personalized learning experience. 6th one is control our standards and ethics. ഇപ്പോൾ ഏത് പ്രൊഫഷൻ ആണെങ്കിലും അതൊരു കൺട്രോൾ ഉണ്ടാവും. ദാറ്റ് മീൻസ് ഇപ്പം ചില സ്റ്റാൻഡേർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും, ചില വാല്യൂസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും, ചില എത്തിക്കൽ റൂൾസ് വേണം, ഡിസിപ്ലിനും പ്രൊഫഷണൽ ഗ്രോത്ത് ഒക്കെ വേണം. ഇപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്നതിനെ നമുക്കൊരു എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സ്റ്റാൻഡേർഡ്സ് ആയിട്ടും പെർഫോമൻസ് ബെഞ്ച് മാർക്സ് ആയിട്ടും ഒരു കോഡ് ഓഫ് എത്തിക്കൽ കണ്ടക്ട് ഒക്കെ ടീച്ചിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവരും ഫോളോ ചെയ്യണം. അതായത് സ്റ്റുഡൻസ് ആണെങ്കിലും ഫോളോ ചെയ്യണം, പാരൻസ്, ഫെലോ എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് ദ കമ്മ്യൂണിറ്റി. അപ്പോൾ ഈ പ്രൊഫഷനിൽ നിന്ന് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ചില റൂൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടീച്ചേഴ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഹോൾഡ് ദംസെൽസ് ടു ഹയർ ഐഡിയൽസ്. അതായത് ഓണസ്റ്റി വേണം, കമ്പാഷൻ വേണം, കമ്മിറ്റ്മെൻറ്റ് വേണം. വൈ ടീച്ചിങ് ഈസ് കൺസിഡേർഡ് എ പ്രൊഫഷൻ എന്നുള്ളതാണ്. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു നോബൽ പ്രൊഫഷനാണ്. ഇതിൽ ജസ്റ്റ് നമുക്ക് നോളേജ് മാത്രം പോരാ, നമുക്ക് വിവരം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി വേണം, കമ്മിറ്റ്മെൻറ്റ് ടു സൊസൈറ്റൽ ഡെവലപ്മെൻറ്റ് വേണം, എത്തിക്കൽ ഇൻറ്റഗ്രിറ്റി വേണം. അതായത് ഒരു പ്രൊഫഷന് വേണ്ട എല്ലാ കീ മാർക്കേഴ്സിനെയും മീറ്റ് ചെയ്യുന്ന ഒന്നാണ് ടീച്ചിങ്. ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ് ബേസ് ഉണ്ട്, എത്തിക്കൽ സർവീസ് ഉണ്ട്, ഫോർമൽ ട്രെയിനിങ്, ഓട്ടോണോമി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റെഗുലേഷൻ, ഇതെല്ലാം ഉണ്ട്. പിന്നെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ആരും മാത്രമല്ല, നോളജ് ട്രാൻസ്മിറ്റേഴ്സ് അല്ല. നമ്മുടെ കയ്യിലുള്ള നോളജ് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നത് മാത്രമല്ല, നേഷൻ ബിൽഡേഴ്സ് ആണ്, സോഷ്യൽ റിഫോമേഴ്സ് ആണ്, ആൻഡ് ദേ പ്ലേ എ വെരി ക്രൂഷ്യൽ റോൾ ഇൻ ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ.
ഓക്കെ, ചാപ്റ്റർ 4 ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇസ് ടീച്ചിങ് ആൻ ആർട്ട് ഓർ എ സയൻസ്. ഇത് ജസ്റ്റ് കേട്ട് പോയാൽ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് പോയിന്റ്സ് കേൾക്കുക, എന്നിട്ട് അത് എലാബറേറ്റ് ചെയ്ത് എഴുതാം. ഈസ് ടീച്ചിങ് ആൻ ആർട്ട് ഓർ എ സയൻസ്. ഓക്കെ, ആർട്ട് സബ്ജക്റ്റ് ആണോ സയൻസ് സബ്ജക്റ്റ് ആണോ ടീച്ചിങ്, എന്തായിട്ടാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് എന്ന ഉത്തരം എന്ന് പറയുന്നത് ടീച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്, രണ്ടുമാണ്. ടീച്ചിങ്ങിനെ നമുക്ക് സയൻസ് ആയിട്ടും ആർട്ടായിട്ടും കാണാം. അപ്പോൾ എഫക്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ദ ആർട്ട് ഓഫ് അപ്ലൈയിങ് എഡ്യൂക്കേഷണൽ റിസർച്ച്. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഇഫക്റ്റീവ് ആവില്ല അൺലെസ് ദേ ഇൻറ്റഗ്രേറ്റ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട് ഇൻ ദർ ടീച്ചിങ്. അത് രണ്ടും ടീച്ചിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യണം. ആർട്ടിസ്റ്റിക് ആസ്പെക്റ്റ് ഓഫ് ടീച്ചിങ്, അതായത് ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ഒരാളാണ്, അയാൾക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്തായാലും ടീച്ചിങ്ങിൽ ഫെയിലിയർ ആവും, അല്ലെങ്കിൽ അയാൾക്ക് ഒരിക്കലും സക്സസ്ഫുൾ ആവാനായിട്ട് സാധിക്കില്ല. ഇനി വേറൊരു പേഴ്സൺ ഒരു ഗ്രേറ്റ് ഒറേറ്റർ ആയിരിക്കും, നന്നായി സംസാരിക്കാൻ പറ്റുന്ന ആളായിരിക്കാം, പക്ഷേ ഇന്നെഫക്റ്റീവ് ആവും ഇഫ് ദേ ലാക്ക് സബ്ജക്റ്റ് നോളജ് ഇല്ലെങ്കിൽ അവർ ഇന്നെഫക്റ്റീവ് ആവും. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലേണിംഗ് തിയറീസ് ആൻഡ് ടീച്ചിങ് സ്ട്രാറ്റജീസ്, അവയർനെസ് ഓഫ് സ്റ്റുഡൻറ് നീഡ്സ്. നന്നായി സംസാരിക്കാൻ അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, ഇതിനെക്കുറിച്ചൊക്കെ ഒരു അവബോധം വേണം. ട്രസ്റ്റ് ആൻഡ് എ ഗുഡ് ലേണിംഗ് എൻവയോൺമെൻറ്റ് ടീച്ചിങ്ങിൽ വളരെ എസെൻഷ്യലാണ്. സ്റ്റുഡൻസ് ഏറ്റവും നന്നായിട്ട് എപ്പോഴാണ് റെസ്പോണ്ട് ചെയ്യുക? അവർക്ക് സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യണം, റെസ്പെക്റ്റഡ് ആയിരിക്കണം, ആൻഡ് ദേ ഷുഡ് ബി ഹേർഡ്. ഇനി എന്താണ് സയൻറ്റിഫിക് ആസ്പെക്റ്റ് ഓഫ് ടീച്ചിങ്? സയൻസ് ഓഫ് ടീച്ചിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റിംഗ് ദ ഇൻഫർമേഷൻ, ഇംപ്രൂവിങ് ടീച്ചിങ് പ്രാക്ടീസസ്. ഇപ്പം നോളേജ് എന്ന് പറയുന്നത് ഇവിടെ 3 ലെവൽസിലൂടെയാണ് അക്യൂർ ചെയ്യുന്നത് അല്ലെങ്കിൽ നേടിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? നോളേജ് ഇൻ വൺ സബ്ജക്റ്റ് ഏരിയ നീഡഡ് ടു ടീച്ച്. എന്താണോ തങ്ങൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് അതിലുള്ള നോളേജ്. വിത്തൗട്ട് ദിസ് ദെർ ഈസ് നത്തിങ് ടു ടീച്ച്. സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് റിസർച്ച് ബേസ്ഡ് നോളേജ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്നും നമുക്ക് കിട്ടുന്ന റിസർച്ച് ത്രൂ കിട്ടുന്ന നോളേജ്. ഇപ്പോൾ പലപ്പോഴും സോഷ്യൽ സയൻസസിൽ സൈക്കോളജി, സോഷ്യോളജി, സ്പീച്ച് കമ്മ്യൂണിക്കേഷനിലൊക്കെ ഈ ഒരു കൈൻഡ് ഓഫ് നോളേജ് കിട്ടും. ഇനി നോളേജ് നമ്മുടെ ഫീൽഡിൽ എപ്പോഴും എക്സ്പാൻഡിങ് ആയിരിക്കും, ഓപ്പൺ ടു റിവിഷൻ ആയിരിക്കാം, ആൻഡ് ഇറ്റ് മസ്റ്റ് ബി അണ്ടർസ്റ്റുഡ് ബൈ ടീച്ചേഴ്സ്. അതായത് നോളജ് എന്ന് പറയുന്നത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും, ഓപ്പൺ ടു പല മാറ്റങ്ങൾ അതിന് വരും. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ടും അല്ലെങ്കിൽ നമ്മളത് ഉൾക്കൊള്ളുകയും അറിയുകയും വേണം. ഇനി ദ ഇമ്പോർട്ടൻസ് ഓഫ് നോയിങ് ഹൗ പീപ്പിൾ ലേൺ. ഇഫക്റ്റീവ് ആണെങ്കിൽ ടീച്ചേഴ്സ് എന്തറിയണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആളുകൾ പഠിക്കുന്നത്, എങ്ങനെയാണ് ലേൺ ചെയ്യുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ആസ് പെർ ദ നീഡ്സ് ഓഫ് ദ സ്റ്റുഡൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഇൻഫർമേഷൻ ഗെയിൻ ഫ്രം ദ ക്ലാസ് റൂം. എഡ്യൂക്കേഷണൽ റിസർച്ച് എന്ന് പറയുന്നത് ബേസ് ചെയ്തിരിക്കുന്നത് ഒബ്സർവേഷൻ വിത്തിൻ ദ ക്ലാസ് റൂമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ തന്നെ നിരീക്ഷിച്ചിട്ട് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. അതിനെ ബേസ് ചെയ്ത് പല സ്ട്രാറ്റജീസും നമുക്ക് ക്ലാസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇനി ന്യൂ ടീച്ചേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ ക്ലാസ് റൂം ബേസ്ഡ് റിസർച്ച് ഒക്കെ ഡെയിലി ചെയ്യേണ്ടി വരും. അവർ അതായത് നമ്മൾ കുറേ തിയറീസ് പഠിച്ചിട്ടുണ്ട്, കുറേ മെത്തേഡ്സ് അപ്രോച്ചസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അത് ഡെയിലി ചിലപ്പോൾ നമുക്ക് മാറ്റി മാറ്റി അപ്ലൈ ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് ഇവരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുക, എങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് മനസ്സിലാവുക എന്നറിയാൻ വേണ്ടി നമ്മൾ പല രീതികളും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി ചേഞ്ച് വേരിയബിൾസും ആൻഡ് നോട്ട് ദ ഇഫക്റ്റ് ഓൺ ദ ലേണിംഗ് എൻവയോൺമെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഈ മാറ്റം വരുത്തുമ്പോൾ, നമ്മൾ ആ മെത്തേഡോ സ്ട്രാറ്റജി എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. ഇനി കണ്ടിന്യൂവൽ നോളേജ് ബിൽഡിംഗ്. ടീച്ചേഴ്സ് ബിൽഡ് എ കണ്ടിന്യൂവൽ നോളേജ് ബേസ് ത്രൂ ഔട്ട് ദെയർ കരിയർ. അണ്ടർസ്റ്റാൻഡിങ് ദ സയൻസ് ഓഫ് ലേണിംഗ് ഈസ് നെസസറി. അതായത് ഈ ആർട്ട് ഓഫ് ടീച്ചിങ് നമുക്ക് മാസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലേണിങ്ങിൻ്റെ സയൻസ് അതായത് ലേണിംഗ് ഇസ് എ സയൻസ്, ഇറ്റ്സ് ആൻ ആക്ടിവിറ്റി ഓഫ് സയൻസ്. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ നോളേജ് ബേസ് കണ്ടിന്യൂസ് ആയിട്ട് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ടീച്ചിങ് ഫണ്ടമെൻറ്റൽസും ഗുഡ് പ്രാക്ടീസും ഒക്കെ നമ്മൾ മാസ്റ്റർ ചെയ്യണം. ലൈക്ക് ആൻഡ് ആർട്ട്, അതായത് ഒരു പെയിൻറ്റിങ്, ആർക്കിടെക്ചർ, ഫിലിമൊക്കെ നമ്മൾ മാസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ ടീച്ചിങ്ങിൻ്റെ ഫണ്ടമെൻറ്റൽസും ഗുഡ് പ്രാക്ടീസസും ഒക്കെ നമ്മൾ മാസ്റ്റർ ചെയ്തിരിക്കണം. അതിനുവേണ്ടി നമുക്ക് റിപ്പിറ്റേഷൻ, കറക്ഷൻ, ക്രിയേറ്റിവിറ്റി ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ടു റിഫൈൻ അവർ സ്കിൽ. ദ നീഡ് ടു എക്സ്പ്ലോർ സയൻസ് ബിഫോർ പ്രാക്ടീസിങ് ഇറ്റ്. അപ്പോൾ ബിഫോർ അപ്ലൈയിങ് ആർട്ട് ഇൻ ടീച്ചിങ്, ടീച്ചേഴ്സ് മസ്റ്റ് എക്സ്പ്ലോർ ദ സയൻസ് ഓഫ് ലേണിംഗ്. റിസർച്ച് കൊണ്ട് മാത്രം, ഇപ്പോൾ റിസർച്ച് ചെയ്ത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ക്ലാസ്സിനെ കുറിച്ച് റിസർച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഇത് നേടാനായിട്ടാവില്ല. നമുക്ക് കംപ്ലീറ്റ് ക്ലാരിറ്റി വേണം. ഏതൊക്കെ സ്ട്രാറ്റജീസ് ആണ് കുട്ടികൾക്ക് ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുക, ഏതാണ് അപ്രോപ്രിയേറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ സ്ട്രാറ്റജീസിനെ അഡാപ്റ്റ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും ആസ് പെർ ദ ഇൻഡിവിജ്വൽ ക്ലാസ് റൂം നീഡ്സ് ടീച്ചർക്ക് സാധിക്കണം. അപ്ലിക്കേഷൻ ഓഫ് സയൻസ് ദി ആർട്ട്.
Applying scientific knowledge appropriately in classroom situation constitutes the art of teaching. ആർട്ട് ഓഫ് ടീച്ചിങ്ങിൽ എന്തൊക്കെയാണ് വരിക? നോയിങ് വാട്ട് ടു ഡു ആൻഡ് ഹൗ, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ബട്ട് ഓൾസോ വെൻ ടു ഡു ഇറ്റ് ആൻഡ് വെൻ നോട്ട് ടു. ഇപ്പം നിങ്ങൾക്ക് ആർട്ട് ഓഫ് ടീച്ചിങ് അറിയാമെന്ന് പറഞ്ഞിട്ട് ചെന്ന ഉടനെ തന്നെ അത് ചെയ്തു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾക്ക് എഫക്റ്റീവ് ആവണമെന്നില്ല. എപ്പോൾ ചെയ്യണം, എപ്പോൾ ചെയ്യരുത് എന്നും കൂടെ അറിയണം. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നോളജിന് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആക്കിയിട്ട് മാറ്റുന്നത്. ഇനി ഡെവലപ്മെൻറ്റ് ഓഫ് ടീച്ചിങ് സ്കിൽസ്. ഇപ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം? അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. അതിന് പല സ്ട്രാറ്റജീസും ത്രൂ എക്സ്പീരിയൻസ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുട്ടികളുടെ നീഡ്സ് നമ്മൾ മനസ്സിലാക്കണം. അതനുസരിച്ചിട്ട് നമ്മളുടെ ഇൻസ്ട്രക്ഷനും ചേഞ്ച് ചെയ്യണം. ഇനി കുട്ടികൾക്ക് ക്ലാസ് എടുക്കേണ്ടെന്നാണ് താല്പര്യമെങ്കിൽ ഓക്കെ, ഞാൻ ക്ലാസ് നിങ്ങൾക്ക് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഡിസൈഡ് ചെയ്യുന്നതല്ല മാറ്റം ഉദ്ദേശിക്കുന്നത്. അവരെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ, മോട്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, ടീച്ചേഴ്സ് നീഡ് ടു ബിൽഡ് സ്ട്രാറ്റജി ഫൗണ്ടേഷൻസ്, നോ വെൻ ആൻഡ് ഹൗ ടു അപ്ലൈ ദം. എന്തൊക്കെ സ്ട്രാറ്റജീസ് വേണം, എപ്പോഴാണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കണം. ഇനി ദ റോൾ ഓഫ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഒബ്സർവേഷൻ. കുട്ടികളുടെ അടുത്തേക്ക് റിയൽ ആയിട്ട്, അതായത് അവരുടെ ഉള്ളിലേക്ക് ഒരു ഫ്രണ്ടിനെ പോലെ നമുക്ക് എത്തണമെങ്കിൽ ടീച്ചേഴ്സ് എന്തായിരിക്കണം? ക്രിയേറ്റീവ് ആയിരിക്കണം. ക്ലാസ് റൂം സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്യാം. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മുടെ ഒബ്സർവേഷൻ ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. അവിടെയാണ് ദ ആർട്ട് ഓഫ് ടീച്ചിങ് ട്രൂലി ഷൈൻ ചെയ്യുന്നത്. ഇനി ഇംപ്രവൈസേഷൻ ആൻഡ് അഡാപ്റ്റബിലിറ്റി ഇൻ ടീച്ചിങ്. ഇപ്പോൾ പ്ലാനിങ് ഇമ്പോർട്ടൻ്റ് ആണ് ടീച്ചിങ്ങിൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വി ഷുഡ് റിമെയിൻ ഓപ്പൺ ടു അൺഎക്സ്പെക്റ്റഡ് ടീച്ചബിൾ മൊമെൻറ്റ്സ്. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ഒരു കുട്ടിയല്ല ഒരു ക്ലാസ്സിനെ ടീച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള മൊമെൻറ്റ്സിലും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എന്തിനൊക്കെയുള്ള സ്കിൽസ് വേണമെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിനെ റീഡ് ചെയ്യാനുള്ള സ്കിൽസ് വേണം. അതുപോലെ തന്നെ അവരുടെ കോംപ്രിഹെൻഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതുപോലെ തന്നെ ആ ക്ലാസ് റൂമിൻ്റെ നീഡ് അനുസരിച്ചിട്ട് നമ്മുടെ ലെസൺസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് ഉദ്ദേശിച്ചാൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്താണ് റോൾ ഓഫ് സയൻസ് ആൻഡ് ആർട്ട് ഇൻ ടീച്ചിങ്? സയൻസ് ഓഫ് ടീച്ചിങ്ങിൽ എന്തൊക്കെ വരും? നോളജ് ഓഫ് സബ്ജക്ട് മാറ്റർ, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലേണിംഗ് തിയറീസ്, യൂസ് ഓഫ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്. ഇതാണ് ഫൗണ്ടേഷൻ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ മാസ്റ്ററിങ് ദ ആർട്ട് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നതാണ് ഒരു ടീച്ചറിനെ എഫക്റ്റീവ് ആക്കുന്നത്. ഇനി ജോൺ ഡെവിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ജോൺ ഡെവി എഡ്യൂക്കേഷനിൽ സയൻറ്റിഫിക് മെത്തേഡ്സിൻ്റെ ഒരു പ്രൊപ്പണൻ്റ് ആയിരുന്നു. അദ്ദേഹം പറയുന്നത് ടീച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി വ്യൂഡ് ആസ് എ കോമ്പിനേഷൻ ഓഫ് ആർട്ട് ആൻഡ് സയൻസ്, നോട്ട് ജസ്റ്റ് സയൻസ് അലോൺ. സയൻസ് ആണ് ടീച്ചിങ് എന്ന് മാത്രം വിചാരിക്കരുത്, കോമ്പിനേഷൻ ഓഫ് ആർട്ട് ആൻഡ് സയൻസ് ആണ്. ഇനി ഇമ്പാക്റ്റ് ഓഫ് ദി ടീച്ചർ ഓൺ സ്റ്റുഡൻറ് ലേണിംഗ്. അതായത് സ്റ്റഡീസ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഫാക്ടറിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ടീച്ചർ. ദിസ് ഇൻഫ്ലുവൻസ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതർ സ്കൂൾ റിലേറ്റഡ് ഫാക്ടേഴ്സ്. മറ്റ് സ്കൂൾ റിലേറ്റഡ് ഫാക്ടേഴ്സിൽ നിന്ന് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന, ഓട്ടോണോമസ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് ടീച്ചർ എന്ന് പറയുന്നത്. ഒരു ടീച്ചർ എഫക്റ്റീവ് ആണെങ്കിൽ ഷീ ഓർ ഹീ വിൽ ബി സക്സസ്ഫുൾ വിത്ത് സ്റ്റുഡൻസ് ഓഫ് ഓൾ അച്ചീവ്മെൻറ്റ് ലെവൽസ്. ഒരു ടീച്ചറിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ കൈൻഡ് ഓഫ് ബിഹേവിയറും ഇവർക്ക് സ്റ്റുഡൻസുമായിട്ട് എക്സിബിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ടീച്ച് എഫക്റ്റീവ്ലി ഡിസ്പൈറ്റ് ഹെട്രോജീനിറ്റി ഇൻ ദ ക്ലാസ് റൂം. ഹെട്രോജീനിറ്റി എന്ന് പറയുന്നത് ഹോമോജീനിയസിൻ്റെ ഓപ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ ഹോമോജീനിറ്റിയുടെ ഓപ്പോസിറ്റ് ആണ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ സെയിം കൈൻഡ് ഓഫ് പോപ്പുലേഷൻ. ഹെട്രോജീനിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മൾട്ടിപ്പിൾ കൾച്ചർ ആവാം, മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ആയിരിക്കാം, മൾട്ടിപ്പിൾ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സ് ആയിരിക്കും. അതായത് പല വിധത്തിലുള്ള കുട്ടികളായിരിക്കും. പക്ഷെ അവരെല്ലാവരെയും ഒരേപോലെ ടീച്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരേപോലെ കൊണ്ടുപോകാൻ ഒരു ടീച്ചർക്ക് സാധിക്കണം. The final point on effective teaching. An effective teacher must stay updated with the latest research and findings in education. Continuous practice വേണം. അത് റിഫൈൻ ചെയ്ത് അവർ അപ്ലൈ ചെയ്യണം അവരുടെ നോളജ്. അസസ് വാട്ട് വർക്ക്സ് ബെസ്റ്റ്, എന്താണ് ഏറ്റവും നല്ലതെന്ന് തീരുമാനിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ വളരെ കൺഡ്യൂസീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? ബോത്ത് ആർട്ട് ആൻഡ് സയൻസ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.